ആ പ്രധാനപ്പെട്ട നേതാവ് KKS തങ്ങളോട് തോൽക്കുമ്പോൾ ഇമ്പിച്ചി ബാവനോട് പത്രക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്ന്. അതിന് ഇമ്പിച്ചി ബാവ നൽകുന്ന മറുപടി, ഞങ്ങളുടെയൊക്കെ വീട്ടിലെ ഭാര്യമാർ പോലും പാണക്കാട്ടെ തങ്ങന്മാർ പറയുന്ന സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട് ചെയ്യില്ല എന്നാണ്. ഇമ്പിച്ചി ബാവ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അങ്ങനെ ബാഫക്കി തങ്ങൾ ഒരു മുസല്ലയായിട്ട് തിരുവനന്തപുരത്ത് പത്രക്കാർക്ക് മുമ്പിലൂടെ പോകുമ്പോൾ ബാഫക്കി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, തീരുമാനമായോ? ഞാൻ നിസ്കരിച്ചിട്ട് വരാം എന്നുള്ള. അപ്പം സമുദായത്തിന് ഒരു കാലത്തും സംശയം ഉണ്ടായിട്ടില്ല ഇതിൽ, ഇനിയും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സമുദായത്തിന് എവിടെയാണ് നിൽക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ തികഞ്ഞ ബോധ്യമുണ്ട്. കാരണം അവർ ഉണ്ടാക്കിയ അവരുടെ വിയർപ്പിൻ്റെ ഒരു ഗുണഫലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ എന്നല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ പാണക്കാട് തങ്ങന്മാർ എങ്ങനെ വേറിട്ട് നിൽക്കുന്നു, എങ്ങനെയാണ് പാണക്കാട്ടെ ഒരു നീണ്ടകാലം മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ അവരുടെ നേതൃത്വത്തെ നാം അടയാളപ്പെടുത്തേണ്ടത് എന്ന് ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിച്ചിട്ട് നമുക്കൊരു ഇൻ്ററാക്ഷനിലേക്ക് പോവാം എന്നാണ് ഞാനൊരു ആമുഖമായിട്ട് മാത്രം കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. ജനാധിപത്യത്തിനകത്ത് സത്യത്തിൽ വ്യക്തികളുടെ റോള് പരിമിതമാണ്. ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ജനാധിപത്യത്തിൽ അവരുടെ പങ്ക് വളരെ ചെറുതായിരിക്കും. ശരാശരി വ്യക്തികളുടെ അധികാരമാണ് ജനാധിപത്യമെന്ന് പറയുന്നത്. പക്ഷെ ചരിത്രത്തിൽ അസാധാരണമായ വ്യക്തികളുടെ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് പലപ്പോഴും ചരിത്രം പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരാശയത്തിന് നിലനിൽക്കണമെങ്കിൽ ചിലപ്പോൾ ചരിത്രത്തിൽ ഒരു വ്യക്തിയുടെ സഹായം വേണ്ടിവരും. ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ, മുസ്ലിം രാഷ്ട്രീയത്തെ, സാമുദായിക രാഷ്ട്രീയത്തെ ഇന്ത്യയിൽ അടയാളപ്പെടുത്തിയ ഒരുപാട് മഹാന്മാരായ നേതാക്കന്മാർ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയിട്ടുണ്ട്. മഹാനായ ഖായിദെ ആസം മുഹമ്മദ് അലി ജിന്ന സാഹിബ്, ഖായിദെ മില്ലത്ത് ഇസ്മാഹിൽ സാഹിബ്, ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ്, സീതി സാഹിബ് തുടങ്ങി ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ കാലത്തിനനുസരിച്ച് അടയാളപ്പെടുത്തിയ ഈ മഹാനേതാക്കന്മാരോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒരു പേരുകളായിരുന്നു പാണക്കാട്ടെ തങ്ങന്മാർ എന്നുള്ളത്. ആദ്യം മഹാനായ പൂക്കോയ തങ്ങളും, പിന്നീട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും, ഹൈദർ അലി ശിഹാബ് തങ്ങളും, ഇന്ന് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും നയിക്കുന്ന, അല്ലെങ്കിൽ അവർ നേതൃത്വം നൽകുന്ന ഈ ഒരു രാഷ്ട്രീയ ഭാവന എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. പാണക്കാട് പൂക്കോയത്തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രപരമായ വിശകലനങ്ങൾ ഓൾറെഡി നടന്നിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. 1937 പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ രാഷ്ട്രീയത്തിൽ കടന്നു വരുന്നത്. അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ആദ്യമായിട്ട് കോൺഗ്രസ് പ്രവർത്തകനായിട്ടായിരുന്നു പൂക്കോയ തങ്ങൾ രംഗത്ത് വരുന്നത്. 37 ഇലക്ഷനിൽ അബ്ദുറഹ്മാൻ സാഹിബിനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രചരണ രംഗത്ത് ഇറങ്ങിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ബാഫക്കി തങ്ങളും 37 ഇലക്ഷനിൽ ആറ്റക്കോയ തങ്ങളുടെ സപ്പോർട്ട് ചെയ്തിട്ട്, പോക്കർ സാഹിബിനെതിരെ മത്സരിച്ച ഖാൻ ബഹാദൂർ ആറ്റക്കോയ തങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ബാഫക്കി തങ്ങളും ആദ്യമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. രണ്ടുപേരും, പാണക്കാട് പൂക്കോയ തങ്ങൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയായിരുന്നെങ്കിൽ ബാഫക്കി തങ്ങൾ ലീഗ് സ്ഥാനാർത്ഥിക്ക് എതിരെയായിട്ടായിരുന്നു ആദ്യമായിട്ട് രംഗത്ത് വരുന്നത്. 37 പോക്കർ സാഹിബിൻ്റെ പരാജയം, സത്യത്തിൽ ആ ഒരു പരാജയം എത്രത്തോളം അന്നത്തെ മുസ്ലിങ്ങളിലെ സാധാരണക്കാരെ, ബഹുജനങ്ങളെ എത്രമേൽ വിഷമത്തിലാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് കണ്ടിട്ടാണ്. പോക്കർ സാഹിബിൻ്റെ പരാജയം അന്ന് സ്വാഭാവികമായിട്ടും വലിയ രീതിയിൽ പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ, സാധാരണക്കാർക്കിടയിൽ ഒക്കെ വലിയ രീതിയിൽ സങ്കടമുണ്ടാക്കിയിരുന്നു.
ഈ ഒരു സങ്കടം കണ്ടിട്ടാണ് മുസ്ലിം സമൂഹം, മുസ്ലിം സമുദായം രാഷ്ട്രീയമായി അതിജയിക്കണമെങ്കിൽ അവർ ഒരു ഏക സംഘടനയ്ക്ക് കീഴിൽ അണിനിരക്കണം എന്നുള്ള ഒരു ചർച്ചയുടെ ആ ഒരു വിചാരത്തിൻ്റെ പുറത്താണ് മഹാനായ ബാഫക്കി തങ്ങൾ മുസ്ലിം ലീഗിലേക്ക് 1937 കടന്നു വരുന്നത്. ബാഫക്കി തങ്ങൾക്ക് പിന്നാലെയാണ് പൂക്കോയ തങ്ങൾ ബാഫക്കി തങ്ങളുടെ പാത പിന്തുടർന്നിട്ട് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. 1930 മുതൽ മുസ്ലിം ലീഗിന് വലിയ വിജയങ്ങൾ 1940 ശേഷമൊക്കെ ലീഗ് രാഷ്ട്രീയത്തെ മലബാറിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സ്ഥലങ്ങളിലും മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം വിജയം വരിക്കുന്നത് നാം കാണുന്നുണ്ട്. 1946 മദ്രാസ് നിയമസഭയിലേക്ക് നടക്കുന്ന ഇലക്ഷനിൽ മദ്രാസിൽ 30 സീറ്റിൽ 30 സീറ്റും മുസ്ലിം ലീഗ് തന്നെയാണ് നേടുന്നത്. മലബാറിൽ 6 സീറ്റ് മത്സരിച്ചതിൽ 6 സീറ്റും അന്ന് ദേശീയ മുസ്ലിങ്ങളുണ്ട്, കോൺഗ്രസ് പാർട്ടിയുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്. ഇവരൊക്കെ ഉണ്ടായിട്ടും എല്ലാ മുസ്ലിം സീറ്റും മുസ്ലിം ലീഗ് തന്നെ വിജയിക്കുന്നത് അന്ന് ബാഫക്കി തങ്ങളുടെയും പൂക്കോയ തങ്ങളുടെയും പിന്തുണ അവർ ഈ പാർട്ടിയിൽ ചേർന്നു എന്നുള്ളത് കൊണ്ടായിരുന്നു. 1946 വലിയ രീതിയിൽ അന്നത്തെ പാകിസ്ഥാൻ പ്രക്ഷോഭം മലബാറിൽ അങ്ങോളം ഇങ്ങോളം മലയടിക്കുന്നുണ്ട്. പത്തണക്കൊരു കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് മലബാറിൻ്റെ എല്ലാ ഗ്രാമാന്തരങ്ങളിലും മുസ്ലിം ലീഗുകാർ റാലി നടത്തിയിരുന്നു. പാകിസ്ഥാൻ പ്രക്ഷോഭത്തിന് വേണ്ടിയിട്ട് വരുന്ന, അതിന് സപ്പോർട്ട് തേടി വരുന്ന ലിയാഖത്ത് അലി ഖാന് കോഴിക്കോട് ഗംഭീരമായ സൗത്ത് ഇന്ത്യയിൽ ലഭിച്ച ഏറ്റവും മികച്ച സ്വീകരണമെന്ന് ചരിത്രം രേഖപ്പെടുത്തിയ രീതിയിൽ ഗംഭീരമായ സ്വീകരണം പാകിസ്ഥാൻ്റെ ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാൻ 1946 കോഴിക്കോട് വെച്ച് നൽകുന്നുണ്ട്. ഇതാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഒരു ചരിത്രമെന്ന് പറയുന്നത്. 1947 സ്വാതന്ത്ര്യം നേടുന്നു. കേരളത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള രൂപത്തിൽ വിഭജിക്കപ്പെടുന്നു. അതിനുശേഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പുനഃസംഘടിപ്പിക്കപ്പെടുന്നു. 1948 പുനഃസംഘടിപ്പിക്കപ്പെടുന്നു. കേരളത്തിൽ നിന്നും സത്താർ സേട്ട് അടക്കമുള്ള ഏതാനും ചുരുക്കം നേതാക്കന്മാർ പാകിസ്ഥാനിലേക്ക് കുടിയേറുന്നു. ഈ 1948 ശേഷമാണ് കേരള രാഷ്ട്രീയത്തിൽ, ഇത് ഞാനൊരു ചരിത്രം ആമുഖമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്, കേരള രാഷ്ട്രീയത്തിൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ പാണക്കാട് തങ്ങന്മാരും ബാഫക്കി തങ്ങളും മുസ്ലിം ലീഗിലെ സയ്യിദന്മാരും ഏത് രീതിയിലാവും ഇടപെടുക എന്നുള്ളത് സൂചന നൽകുന്നതായിരുന്നു. 1948 പാണക്കാട് പൂക്കോയ തങ്ങൾക്ക് വെറും 31 വയസ്സായിരുന്നു. പക്ഷേ ഹൈദരാബാദ് ആക്ഷൻ്റെ സമയത്ത്, ഹൈദരാബാദ് ആക്ഷൻ എന്നുള്ള വല്ലഭായ് പട്ടേൽ 1948 ഹൈദരാബാദ് നൈസാം ഇന്ത്യയിൽ ചേരാൻ വിസമ്മതിക്കുന്നത് കൊണ്ട് പോലീസ് ആക്ഷന് തുനിയുന്നു. എല്ലായിടത്തുമുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. മുസ്ലിം ലീഗിലെ പല നേതാക്കന്മാരും ഈ അറസ്റ്റും പീഡനവും ഭയന്നിട്ട് മുസ്ലിം ലീഗിൽ നിന്നും രാജിവെക്കുന്നു എന്ന് പറഞ്ഞിട്ട് കത്തുകൾ അയക്കുന്നു. പത്രങ്ങളിലൊക്കെ നോട്ടീസ് വരുന്നു, ഇന്നയാൾ മുസ്ലിം ലീഗിൽ നിന്നും രാജിവെച്ചു എന്നുള്ള രീതിയിൽ. ഈ ഒരു ഘട്ടത്തിലാണ് മഹാനായ പൂക്കോയ തങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത്. ആദ്യം മഞ്ചേരിയിലേക്കും പിന്നീട് കണ്ണൂരിലും സെൻട്രൽ ജയിലിലുമൊക്കെ ആയിട്ട് 2 ആഴ്ച 14 ദിവസത്തോളം മഹാനായ പൂക്കോയ തങ്ങളെ 30-ാം വയസ്സിൽ, അന്ന് 30-ാം വയസ്സിൽ അദ്ദേഹത്തിന് ഇത്രത്തോളം സ്വാധീനമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ വയസ്സിൻ്റെ കണക്ക് പ്രത്യേകമായി പറയുന്നത്. ഹൈദരാബാദ് ആക്ഷൻ്റെ സമയത്താണ് തിരുനെൽവേലിയിലെ ഒരു മുസ്ലിം ലീഗ് MLA വീട്ടിലേക്ക് പോലീസ് അതിക്രമിച്ച് കയറിയിട്ട് ആ മുസ്ലിം ലീഗ് MLA ഹൃദയസ്തംഭനം വന്നിട്ട് മരണപ്പെടുന്ന ഒരു രംഗമുണ്ട്. 1960-കളിൽ അവർ അമേരിക്കൻ സോഷ്യോളജിസ്റ്റായ തിയോഡർ റൈറ്റ് മുസ്ലിം ലീഗ് ഇൻ സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കൻ ജേണലിൽ എഴുതിയ ലേഖനത്തിൽ ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബും അന്നത്തെ മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഈ പ്രസ്ഥാനം രൂപീകരണത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പാടുകളെക്കുറിച്ച് 1960-കളിൽ പറയുന്നത്, മീററ്റിൽ ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് മീററ്റിൽ മുസ്ലിം ലീഗ് രൂപീകരിക്കാൻ പോവും, മുസ്ലിം ലീഗ് പാർട്ടി രൂപീകരിക്കും, ഉച്ചക്കാണ് രൂപീകരണമെങ്കിൽ രാത്രി പോലീസ് വന്നിട്ട് മുസ്ലിം ലീഗ് പ്രസിഡൻറ്റിനെയും സെക്രട്ടറിയെയും ട്രഷററെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. ഇത് മീററ്റിൽ ഉണ്ടാകുന്നു, മുറാദാബാദിൽ ഉണ്ടാകുന്നു, എല്ലാ
യു പിയിലെയും ബീഹാറിലെയും ഒക്കെയുള്ള എല്ലാ മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയകളിലും കായിദമില്ലത്ത് പോയിട്ട് കമ്മിറ്റി ഉണ്ടാക്കുന്നു, പോലീസ് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഈ പ്രക്ഷുബ്ധമായ കാലഘട്ടത്തിലാണ് മഹാനായ പൂക്കോയ തങ്ങൾ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ജയിലിൽ പോകുന്നത്. പിന്നീട് 1948 മുതൽ 1973 വരെ ബാഫക്കി തങ്ങൾ, പൂക്കോയ തങ്ങൾ ബാഫക്കി തങ്ങളുടെ ഒരു നിഴലായിട്ട്, ബാഫക്കി തങ്ങൾ ഒരു ഔദ്യോഗികമായിട്ടുള്ള നേതൃസ്ഥാനങ്ങളിലൊന്നും ഉണ്ടാവുന്നില്ല. 1968 മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ അതിൻ്റെ പ്രസിഡൻ്റ് ആവുന്നുണ്ട്. അത് ഒഴിവാക്കി നിർത്തിയാൽ പൂർണ്ണമായിട്ട് ഒരു നേതൃത്വത്തിലൊന്നുമില്ലാതെ തന്നെയാണ് പാണക്കാട് പൂക്കോയ തങ്ങൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിരന്തരമായി വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ കായിദമില്ലത്ത് ഇസ്മായിൽ സാഹിബും ബാഫക്കി തങ്ങളൊക്കെ പൂക്കോയ തങ്ങളോട് നിരന്തരമായി അഭിപ്രായം ചോദിച്ചിരുന്നു. 1952 ഇലക്ഷന് മുസ്ലിം ലീഗ് വലിയ വിജയം കൈവരിക്കുന്നുണ്ട്. 5 സീറ്റ് മലബാറിൽ നിന്നും, അന്ന് മദ്രാസിലായിരുന്നു, മദ്രാസിലേക്ക് ലീഗ് വിജയിക്കുന്നുണ്ട്. 1957 ആദ്യത്തെ കേരള നിയമസഭയിലേക്കുള്ള ഇലക്ഷനിൽ മുസ്ലിം ലീഗിന് ഏകദേശം 8 സീറ്റുകൾ കിട്ടുന്നുണ്ട്. മലപ്പുറത്തു നിന്നും പോക്കർ സാഹിബ് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. 1960 അന്ന് വിമോചന സമരമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇലക്ഷനിൽ മുസ്ലിം ലീഗിന് 11 സീറ്റ് കിട്ടുന്നുണ്ട്. 1965 വീണ്ടും അന്ന് നിയമസഭ കൂടിയില്ല, ലീഗിന് 8 സീറ്റ് കിട്ടുന്നുണ്ട്. 1967 സപ്തകക്ഷി മുന്നണിയുടെ സമയത്ത് മുസ്ലിം ലീഗിന് 14 സീറ്റ് കിട്ടുന്നുണ്ട്. ഏതൊരു സമയത്താണെന്ന് വെച്ചാൽ 1952 ആദ്യമായിട്ട് ബാഫക്കി തങ്ങൾ വയനാട് പോയിട്ട്, വയനാട് ലീഗ് അതിൻ്റെ ഒരു ശൈശവ ദശയിലാണ്. എല്ലാവർക്കും ലീഗിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ പേടിയുള്ള സമയത്ത് ബാഫക്കി തങ്ങൾ വയനാട് പോയിട്ടുള്ളൊരു അതിൽ ആ കഥ വളരെ നീണ്ട കഥയാണ്. അതിൽ അവസാനം അവിടുത്തെ വളരെ പാവപ്പെട്ട ബഹുജനങ്ങളോട് ബാഫക്കി തങ്ങൾ ബാഫക്കി തങ്ങൾ സംസാരിക്കുന്നുണ്ട്. അന്ന് ബാഫക്കി തങ്ങൾ പറയുന്നത്, നിങ്ങൾ ഈ പാർട്ടിയിൽ ചേർന്നാൽ നിങ്ങളൊരു പഞ്ചായത്ത് മെമ്പർ പോലും ആവുമെന്ന് നിങ്ങൾ സ്വപ്നം കാണണ്ട എന്നാണ്. ഒരു പഞ്ചായത്തിൽ പോലും നിങ്ങൾ ഈ പാർട്ടിയുടെ ആളാണ് എന്ന് പറഞ്ഞിട്ട് പോയാൽ ഒരു സ്വീകരണവും അല്ലെങ്കിൽ ഒരു ശുപാർശ പോലും നിങ്ങൾ ഈ പാർട്ടിക്കാരനാണ് എന്നുള്ളത് കൊണ്ട് സ്വീകരിക്കില്ല എന്ന് 52 ബാഫക്കി തങ്ങളുടെ പ്രസംഗമുണ്ട്. 1967 വെറും 15 വർഷം കൊണ്ട് മുസ്ലിം ലീഗ് 14 MLA-മാരുള്ള ഒരു വലിയ പാർട്ടിയായിട്ട് മാറുന്നത് ബാഫക്കി തങ്ങളുടെയും പൂക്കോയ തങ്ങളുടെയും വലിയ ജനപിന്തുണ കൊണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 67 സപ്തകക്ഷി മുന്നണിയുടെ സമയത്ത് CPM അന്നത്തെ EMS നമ്പൂതിരിപ്പാട് അടക്കമുള്ളവർ മുസ്ലിം ലീഗിന് 1 മന്ത്രിസ്ഥാനേ കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാഫക്കി തങ്ങൾ പൂക്കോയ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, പൂക്കോയ എന്ത് ചെയ്യണം? അപ്പോൾ പൂക്കോയ തങ്ങളാണ് ബാഫക്കി തങ്ങളോട് പറയുന്നത്, 2 മന്ത്രിസ്ഥാനം വേണം, എന്നാൽ മുന്നണിയിൽ ചേർന്നാൽ മതി എന്ന്. അങ്ങനെ മുസ്ലിം ലീഗിന് പൂക്കോയ തങ്ങളുടെ വാക്ക് കേട്ടിട്ട് ബാഫക്കി തങ്ങൾ 2 മന്ത്രിസ്ഥാനത്തിന് വേണ്ടി വാശി പിടിക്കുന്നു. CH മുഹമ്മദ് കോയ സാഹിബും ഹസൻ കുരിക്കളും മന്ത്രിയായിട്ട് വരുന്നു. അങ്ങനെ 2 മന്ത്രിസ്ഥാനം കിട്ടുന്നു. ഇതിൽ ഏറ്റവും നിർണായകമായത് ബാഫക്കി തങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് നമ്മളൊക്കെ, ബാഫക്കി തങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് നമ്മളൊക്കെ കൂടുതൽ സംസാരിക്കുന്നവരായിരിക്കും. പക്ഷെ ബാഫക്കി തങ്ങളോടൊപ്പം, അല്ലെങ്കിൽ ഒരു പക്ഷേ ബഹുജനങ്ങൾക്കിടയിൽ ബാഫക്കി തങ്ങളെക്കാൾ ജനസ്വാധീനമുണ്ടായിരുന്നത് ഏറനാട്ടെയും വെള്ളുവനാട്ടെയും ബഹുജനങ്ങൾക്കിടയിൽ, ഉമ്മമാർക്കിടയിൽ, സ്ത്രീകൾക്കിടയിൽ ഈ പാർട്ടിക്ക് പിന്തുണയുണ്ടാക്കിയത്, ജനസ്വാധീനമുണ്ടാക്കിയത് പൂക്കോയ തങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. 1970 ഇലക്ഷനിൽ ഇമ്പിച്ചി ബാവ പെരിന്തൽമണ്ണയിൽ KKS തങ്ങളോട് തോൽക്കുന്നുണ്ട്. ഇമ്പിച്ചി ബാവ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. ആ പ്രധാനപ്പെട്ട നേതാവ് KKS തങ്ങളോട് തോൽക്കുമ്പോൾ ഇമ്പിച്ചി ബാവനോട് പത്രക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്ന്. അതിന് ഇമ്പിച്ചി ബാവ നൽകുന്ന മറുപടി, ഞങ്ങളുടെയൊക്കെ വീട്ടിലെ ഭാര്യമാർ പോലും പാണക്കാട്ടെ തങ്ങന്മാർ പറയുന്ന സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട് ചെയ്യില്ല എന്നാണ്. ഇമ്പിച്ചി ബാവ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഒരുപാട് കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം പറയുന്നത്, പാണക്കാട്ടെ തങ്ങന്മാർ പറയുന്നതിനെതിരെ ഞങ്ങളെയൊക്കെ വീട്ടിലെ ഭാര്യമാർ പോലും വോട്ട് ചെയ്യില്ല എന്നാണ്. അത്രത്തോളം സ്വാധീനം പാണക്കാട് തങ്ങന്മാർക്ക് 1970-കളിൽ തന്നെ
ഒരു ഔദ്യോഗികമായ സ്ഥാനങ്ങളിലൊന്നും ഇല്ലാത്ത സമയത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. 1972 മഹാനായ കായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് മരണപ്പെടുന്നു. 1973 മഹാനായ ബാഫഖി തങ്ങൾ മരണപ്പെടുന്നു. അതോടുകൂടിയാണ് 1973 മഹാനായ പൂക്കോയ തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാകുന്നത്. 1975 അദ്ദേഹവും മരണപ്പെടുക. ഈ ഒരു 2 വർഷത്തിനിടയിൽ തന്നെ മുസ്ലിം പാർട്ടിക്കകത്തു നിരവധി പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. മുസ്ലിം ലീഗ് പിളരുന്നു. അഖിലേന്ത്യാ ലീഗ് തന്നെ ഉണ്ടാവുന്നു. 1972 ബാഫഖി തങ്ങളുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ ബാഫഖി തങ്ങളുടെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരേ ഒരു കാര്യം മാത്രമാണ് പൂക്കോയ തങ്ങളുടെ അനിഷ്ടത്തിന്, അല്ലെങ്കിൽ പൂക്കോയ തങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കാൻ ഒരു നിർവാഹമില്ലാതായി പോയത് ബാഫഖി തങ്ങൾക്ക് ഒരൊറ്റ സന്ദർഭത്തിൽ മാത്രമായിരുന്നു. മഹാനായ കായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് മരണപ്പെടുന്ന സമയത്ത് മഞ്ചേരി ലോകസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. പാർട്ടിയുടെ പലരുടെയും, പ്രത്യേകിച്ച് CKP ചെറിയ മമ്മൂക്കയി, ഉമർ ബാഫഖി തങ്ങളുടെ അടക്കമുള്ളവരുടെ അഭിപ്രായം CH മുഹമ്മദ് കോയ സാഹിബിനെ മന്ത്രിസഭയിൽ നിന്നും പിൻവലിച്ചിട്ട് പാർലമെൻറ്റിലേക്ക് അയക്കണമെന്നുള്ളതായിരുന്നു. പക്ഷേ പൂക്കോയ തങ്ങളുടെ അഭിപ്രായം നേരെ തിരിച്ചായിരുന്നു. പൂക്കോയ തങ്ങൾ ബാഫഖി തങ്ങളോട് വന്ന് പറയുന്നുണ്ട്, തങ്ങളെ ഇതൊരുപാട് ഫിത്തന ഉണ്ടാക്കും എന്ന്. 1972 ബാഫഖി തങ്ങളോട് പൂക്കോയ തങ്ങൾ പറയുന്നുണ്ട്, ഈ ഒരു തീരുമാനം ഒരുപാട് ഫിത്തിനക്ക് കാരണമാകുമെന്ന്. പക്ഷെ ബാഫഖി തങ്ങൾ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലായി, ഇതൊന്ന് KE കൊണ്ടുകൂടി സമ്മതിപ്പിക്കണം. പക്ഷെ പൂക്കോയ തങ്ങൾ പരാജയപ്പെടുന്നു. ചെറിയ മമ്മൂക്കയെ കൊണ്ട് ഇത് സമ്മതിപ്പിക്കാൻ പറ്റുന്നില്ല. CH മുഹമ്മദ് കോയ സാഹിബ് മന്ത്രിസഭയിൽ നിന്നും ഇറങ്ങിയിട്ട് ലോകസഭയിലേക്ക് മത്സരിക്കുന്നു. 1974 പാർട്ടിയിൽ ഒരുപാട് ചരിത്രം, ഞാനതൊരു ചരിത്ര ക്ലാസ് ആക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രം അത് പറയുന്നില്ല. ഒരുപാട് നിരന്തരമായ പാർട്ടിയിലൊരു രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടിട്ട്, മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട്, ചന്ദ്രികയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പാർട്ടിക്കകത്ത് കാർമേഘം ഇരുണ്ടുകൂടുന്നു. 74 പാർട്ടി പിളരുന്നു. അഖിലേന്ത്യാ ലീഗ് രൂപപ്പെടുന്നു. സയ്യിദ് ഉമർ ബാഫഖി തങ്ങൾ, CKP ചെറിയ മമ്മൂക്കൈ, ഹമീദ് അലി ഷംനാട് അടക്കമുള്ള പാർട്ടിയിലെ പ്രഗത്ഭരായ എഴുത്തുകാരും പ്രഭാഷകരൊക്കെ മറുപുറത്തെത്തുന്നു. ഈ ഒരു ഭാഗത്ത് പൂക്കോയ തങ്ങളും CH മുഹമ്മദ് കോയ സാഹിബും BV അബ്ദുള്ള കോയ അടക്കമുള്ളവർ അവർ ഈ പാർട്ടിയെ രണ്ടാമത് പുനർസംഘടിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഇതിനേക്കാൾ 70 ഇലക്ഷനേക്കാൾ വലിയ വിജയം 1975 പാണക്കാട് പൂക്കോയ തങ്ങൾ വഫാത്താവുന്നു. അതോടുകൂടിയാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പാർട്ടിയുടെ പ്രസിഡൻ്റാവുന്നു. ഷറഫുദ്ദീൻ ഉസ്താദ് പറഞ്ഞ പോലെ BV പോരാ, തങ്ങൾ തന്നെ വേണമെന്നുള്ള രീതിയിൽ CH മുഹമ്മദ് കോയ, അതൊരു ആലങ്കാരികമായ പ്രയോഗമാണെങ്കിൽ കൂടി ഒരു സയ്യിദ് എന്നുള്ള ഈ സാക്രഡ് ക്യാപിറ്റൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ എത്രത്തോളം അത്യന്താപേക്ഷിതമാണ് എന്ന് CH മുഹമ്മദ് കോയ സാഹിബ് തിരിച്ചറിയുന്നു. 75 മുതൽ 2009 വരെ നീണ്ട 34 വർഷം മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നയിക്കുന്നു. അതിനകത്ത് വീണ്ടും മുസ്ലിം ലീഗുകാർ ഒന്നിക്കുന്നു. മറ്റൊരു രാഷ്ട്രീയ പാർട്ടി INL രൂപം കൊള്ളുന്നു. PDP എന്ന മഅദനി എന്ന വലിയൊരു രാഷ്ട്രീയ പ്രതിഭാസം ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നു. ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നു. മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായിട്ട് വിജയങ്ങളും നേട്ടങ്ങളും, നേരത്തെ പറഞ്ഞതുപോലെ ഗുരുവായൂർ ഇലക്ഷനിൽ തോൽക്കുന്നു, ലീഗിൻ്റെ കാലം കഴിഞ്ഞു എന്ന് വിലയിരുത്തൽ വരുന്നു. 2004 മലപ്പുറം തോൽക്കുന്നു. 2006 ദയനീയമായി പരാജയപ്പെടുന്നു. ഈ ഒരു കാലഘട്ടമായിരുന്നു. അതിനുശേഷം മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, പിന്നീട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇതാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൻ്റെ പാണക്കാട് തങ്ങന്മാരുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഈ ഒരു സുദീർഘമായ കാലഘട്ടത്തിൽ എന്താണ് കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഈ ഒരു പാണക്കാടൻ പെരുമ, പാണക്കാട് തങ്ങന്മാരുടെ അല്ലെങ്കിൽ ബാഫഖി തങ്ങളുടെ തുടർച്ചയായി മുസ്ലിം ലീഗിലെ സയ്യിദ് പാരമ്പര്യം കേരള രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തിയത് എന്ന് വളരെ ലഘുവായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. ഒന്നാമതായിട്ട്, ഈ നീണ്ട കാലം അധികാരവുമായിട്ട് എൻഗേജ് ചെയ്യുമ്പോഴും മന്ത്രിമാരെ തീരുമാനിക്കുമ്പോഴും മന്ത്രിസഭകളെ തീരുമാനിക്കുമ്പോഴും ഒരിക്കൽ പോലും ഇതിന് നേരിട്ട് ഭാഗവാക്കാവുന്നില്ല എന്നുള്ളതാണ് തങ്ങന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കേരള രാഷ്ട്രീയത്തെ അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും.
കേരള കേരളത്തിൽ നിരവധി മന്ത്രിസഭകൾ, നിരവധി രാഷ്ട്രീയ പാർട്ടികൾ പിളരുകയും മന്ത്രിസഭകൾ നിലംപൊത്തുകയും പുതിയ മന്ത്രിസഭകൾ ഉണ്ടാവുകയും പാലം വലിക്കുകയും ഇങ്ങനെ തുടങ്ങി കേരള രാഷ്ട്രീയത്തിൽ അധികാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മാർഗങ്ങൾ അല്ലെങ്കിൽ വഴികൾ, ഒരുപാട് രീതികൾ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള കേരള രാഷ്ട്രീയത്തിലെ കഥകളും പിന്നാമ്പുറ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരിക്കൽ പോലും അധികാരത്തിന് വേണ്ടി അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ഒരവസ്ഥ പാണക്കാട് കുടുംബത്തിനോ അതിന് മുമ്പ് ബാഫക്കി തങ്ങൾക്കോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. 1973 ഒരു രാജ്യസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഹമീദ് അലി ഷംനാടിനെ രാജ്യസഭയിലേക്ക് അയക്കുന്നു. അതിനുശേഷം 6 മാസത്തിന് ശേഷം വീണ്ടും ഒരു രാജ്യസഭയിലേക്ക് സീറ്റ് വരുന്നു. പാണക്കാട് പൂക്കോയ തങ്ങൾ BV അബ്ദുള്ള കോയയെയാണ് അയക്കാൻ ഉദ്ദേശിക്കുന്നത്. അന്ന് മുസ്ലിം ലീഗ് പാർട്ടിയിലെ 6 MLA പാണക്കാട് തങ്ങൾക്ക് കത്തെഴുതുന്നു. BVയെ ആക്കിയാൽ BVയെ രാജ്യസഭയിലേക്ക് അയച്ചാൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് പാണക്കാട് തങ്ങൾക്ക് കത്തെഴുതുന്നു. എന്നിട്ട് ചെറിയ മമ്മൂക്കയെ അടക്കമുള്ളവർ പാണക്കാട് പൂക്കോയ തങ്ങൾക്ക് മുമ്പിൽ ഒരു സജഷൻ വെക്കുന്നു, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ നമുക്ക് രാജ്യസഭയിലേക്ക് അയക്കാമെന്ന്. അതൊരു തരത്തിൽ ട്രാപ്പായിരുന്നു. അല്ലെങ്കിൽ അത് പാർട്ടി അത് ചിലപ്പോൾ അതൊരു നല്ല ഒരു കോൺഫെഡറേഷൻ ഒഴിവാക്കാനുള്ളൊരു വഴിയുമായിരിക്കാം. പക്ഷെ പൂക്കോയ തങ്ങൾ അത് വേണ്ട, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ രാജ്യസഭയിലേക്ക് അയക്കണ്ട എന്നുള്ള തീരുമാനമെടുക്കുന്നു. അതുപോലെ മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ ആവാനുമുള്ള ഓഫർ തങ്ങൾക്ക് മുമ്പിൽ വരുന്നുണ്ട്. അവിടെയും പൂക്കോയ തങ്ങൾ അത് വേണ്ട എന്നുള്ള തീരുമാനമാണ് എടുക്കുന്നത്. ഈ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകുമ്പോഴും പാർലമെൻ്ററി രാഷ്ട്രീയത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്നും മുക്തമായി നിൽക്കുക എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൽ ഒരു അപൂർവ പ്രതിഭാസമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതവർക്ക് സാധ്യമാകുന്നത് നേരത്തെ ഷറഫുദ്ദീൻ ഉസ്താദ് പറഞ്ഞ പോലെ അവരുടെ ഒരു രാഷ്ട്രീയത്തെ ഒരു ആത്മീയമായിട്ടുള്ള തലത്തിൽ കൂടി അവർ ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. 2000 സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ 25 വർഷം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റ് ആയത് പൂർത്തീകരിക്കുന്ന വേളയിൽ റഹീം മേച്ചേരി സാഹിബ് പ്രസിദ്ധീകരിച്ച് കോഴിക്കോട് ഒരു സോണിയാഗാന്ധിയൊക്കെ വന്നിട്ടുള്ള ഒരു വലിയ സമ്മേളനം നടക്കുന്നുണ്ട്. അതിൻ്റെ ഉപഹാരമായിട്ട് റഹീം മേച്ചേരി എഡിറ്റ് ചെയ്തൊരു പുസ്തകത്തിൽ MP വീരേന്ദ്രകുമാർ പാണക്കാട് തങ്ങളെ അനുസ്മരിച്ചിട്ട്, പാണക്കാട് തങ്ങളെ പ്രകീർത്തിച്ചിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, പൂക്കോയ തങ്ങളുടെ മരണത്തോടുകൂടി മുസ്ലിം ലീഗിനൊരു ആത്മീയ മുഖം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഉൾഭയം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ശിഹാബ് തങ്ങൾ വന്നതോടുകൂടി ആ ഒരു ആത്മീയ പിൻബലം നഷ്ടപ്പെടുമെന്നുള്ള പേടി ഞങ്ങൾക്കൊക്കെ മാറിയെന്ന്. ഈ ഒരു രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന സൂഫികൾ എന്നുള്ളത് പാണക്കാട് തങ്ങന്മാരുടെ ഈ ഒരു ആത്മീയ പിൻബലം പല രീതിയിൽ മുസ്ലിം രാഷ്ട്രീയത്തെ കേരളത്തിൽ അടയാളപ്പെടുത്തുന്നതിൽ സഹായകരമായിട്ടുണ്ട് എന്നാണ്. ഇസ്ലാം ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്നുള്ള ഇസ്ലാം ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്നുള്ള ഭഗോവിച്ചിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഇസ്ലാമിൻ്റെ ഒരു മോഡറേറ്റ് സ്പിരിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ വഹിയ് കിട്ടിയിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണല്ലോ പ്രവാചകർ ചെയ്യുന്നത്. ഈ ഒരു മിസ്റ്റിസിസവും ഇസ്ലാമിൻ്റെ ഈ ഒരു മോഡറേറ്റ് സ്പിരിറ്റ് എന്ന് പറയുന്നത് വഹിയ് കിട്ടുന്നു എന്നുള്ളതിലല്ല, വഹിയ് കിട്ടിയിട്ട് താഴേക്ക് ഇറങ്ങി വരുന്ന ഈ വേൾഡ്നെസ്സും ഈ മിസ്റ്റിസിസവും ഉള്ളതിൻ്റെ അതിൻ്റെ ഒരു സിന്തസിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു കേരള രാഷ്ട്രീയത്തിൽ ഈ ഒരു സൂഫി ധാരയെ, ഇസ്ലാമിൻ്റെ ഈ ഒരു മോഡറേറ്റ് സ്പിരിറ്റിനെ മമ്പുറം തങ്ങൾക്ക് ശേഷം പാണക്കാട് കുടുംബത്തിൻ്റെ തന്നെ ഹുസൈൻ ആറ്റക്കോയ തങ്ങൾക്കൊക്കെ ശേഷം നടപ്പിലാക്കിയ ഒരു രൂപമായിരുന്നു, അല്ലെങ്കിൽ മാതൃകയായിരുന്നു ബാഫക്കി തങ്ങളും പൂക്കോയ തങ്ങളും അതിനുശേഷമുള്ള പാണക്കാട് തങ്ങന്മാരും എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് 2 തരത്തിലാണ്. ഈ ഒരു ആത്മീയ പ്രഭാവം എന്നുള്ളത് 2 തരത്തിലാണ് മുസ്ലിം രാഷ്ട്രീയത്തെ സഹായിച്ചത് എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് മതത്തിൻ്റെ അല്ലെങ്കിൽ മതചിഹ്നങ്ങളുടെ ഒരു നോർമലൈസേഷന്. ബാഫക്കി തങ്ങൾ നീളം കുപ്പായവും ജുബ്ബയും നല്ലൊരു തലയെക്കെട്ടും കെട്ടിയിട്ട് പബ്ലിക് സ്ഫിയറിൽ ഇടപെടുന്നു.
പൊതുമണ്ഡലത്തിൽ ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ പ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക് മുസ്ലിം ചിഹ്നങ്ങളോട് പൊതുമണ്ഡലത്തിലൊരു ആദരവുണ്ടാവാനും അതിനോടൊരു ഫോബിയ രൂപപ്പെടാതിരിക്കാനും ബാഫക്കി തങ്ങളുടെയും പൂക്കോയ തങ്ങളുടെയും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും ഹൈദരലി തങ്ങളുടെയും ഒക്കെ ആത്മീയ പ്രഭാവം സഹായകരമായിട്ടുണ്ട് എന്നുള്ളതാണ്. ബാഫക്കി തങ്ങൾ 1967 സപ്തകക്ഷി മുന്നണി വരുമ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ഇനി സപ്തകക്ഷി മുന്നണിയുടെ മീറ്റിങ്ങുകളിലൊക്കെ തീരുമാനത്തിൽ ഒപ്പുവെക്കാൻ വേണ്ടിയിട്ട് ബാഫക്കി തങ്ങളോട് പറയുമ്പോൾ ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഒപ്പുവെക്കാമെന്ന ബാഫക്കി തങ്ങൾ പറയും. 69 കേരളം EMS രാജിവെച്ചിട്ട് കേരളത്തിലൊരു രാഷ്ട്രീയമായ പ്രക്ഷുബ്ധത, ഒരു അരക്ഷിതാവസ്ഥ രൂപപ്പെടുമ്പോൾ മഹാനായ ബാഫക്കി തങ്ങൾ അച്യുതമേനോനെ ഡൽഹി, അന്ന് രാജ്യസഭ MP ആയിരുന്ന അച്യുതമേനോനെ ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ ബാഫക്കി തങ്ങൾ ഒരു മുസല്ലയായിട്ട് തിരുവനന്തപുരത്ത് പത്രക്കാർക്ക് മുമ്പിലൂടെ പോകുമ്പോൾ ബാഫക്കി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, തീരുമാനമായോ? ഞാൻ നിസ്കരിച്ചിട്ട് വരാം എന്നുള്ള. ആ നിസ്കരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നീളൻ കോട്ടും തലയിൽ തലപ്പാവും, പാണക്കാട് അതിനുശേഷം അച്യുതമേനോന് മുഖ്യമന്ത്രിയാവുന്നുണ്ട്. അപ്പോൾ മനോരമൻ്റെ ചുമ്മാർ എഴുതുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ബാഫക്കി തങ്ങളുടെ സ്മരണയിൽ എഴുതുന്നുണ്ട്. അന്ന് അച്യുതമേനോൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ക്യാമറയിൽ 2 മുഖങ്ങളായിരുന്നു തെളിഞ്ഞിരുന്നത്. ഒന്ന് ബാഫക്കി തങ്ങളുടേതും മറ്റൊന്ന് അച്യുതമേനോൻ്റെയും. കാരണം എല്ലാവർക്കും അറിയാമായിരുന്നു ഇത് അദ്ദേഹത്തിൻ്റെ കൂടി ശ്രമഫലമായിട്ടാണ് ഈ മന്ത്രിസഭ രൂപീകരിക്കുന്നത്. ഇത് 1979 CH മുഹമ്മദ് കോയ സാഹിബ് തലയിൽ തൊപ്പിവെച്ച ഒരു മാപ്പിള ആദ്യമായിട്ടൊരു മുസ്ലിം ലീഗുകാരന് സ്വാതന്ത്ര്യാനന്തരം മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ മഹാനായ ശിഹാബ് തങ്ങൾ തലയിൽ തൊപ്പിവെച്ചിട്ട് ആ ഒരു ആത്മീയ പ്രഭാവത്തോടു കൂടി ആ വേദിയിൽ നിൽക്കുന്നുണ്ട്. വേദിയിൽ നിൽക്കുക മാത്രമല്ല, അന്ന് അഹമ്മദ് സാഹിബ് പറയുന്നുണ്ട്, ശിഹാബ് തങ്ങൾ 2 ദിവസമായിട്ട് നിരന്തരമായിട്ട് അഹമ്മദ് സാഹിബും മറ്റ് അബുഖാദർ കുട്ടിനഹ സാഹിബുകളോടൊക്കെ നിരന്തരമായി ബന്ധപ്പെട്ടിട്ടാണ് അന്ന് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തൊരു മുസ്ലിം, അതും മുസ്ലിം ലീഗുകാരൻ മുഖ്യമന്ത്രിയാവുന്ന ഒരു അസുലഭ മുഹൂർത്തം സാധ്യമാക്കുന്നത് ഇവരുടെയൊക്കെ ഒരു നയതന്ത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ പബ്ലിക് സ്ഫിയറിൽ ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി വെളിവാക്കുന്നതിലൊരു മടിയില്ലാതിരിക്കുക, അല്ലെങ്കിൽ അതിനെ നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ ഈ ഒരു ആത്മീയ തലം കൊണ്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം. രണ്ടാമത്, കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തെ, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഒരു സൗഹാർദ്ദാന്തരീക്ഷം രൂപപ്പെടുത്താനും, നേരത്തെ ഷർഫുദ്ദീൻ ഉസ്താദ് പറഞ്ഞ പോലെ കേരളത്തിലെ സമുദായങ്ങൾക്കിടയിൽ ഒരു മതമൈത്രി നിലനിർത്താനും പാണക്കാട്ടെ തങ്ങന്മാരുടെ, മുസ്ലിം ലീഗ് സയ്യിദന്മാരുടെ ആത്മീയ പ്രഭാവത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കേരളം മറ്റു സംസ്ഥാനങ്ങൾ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ അശുതോഷ് വാഷ്ണിയുടെ എത്നിക് കോൺഫ്ലിക്റ്റ് ആൻഡ് സിവിക് ലൈഫ് എന്നുള്ള പുസ്തകത്തിൽ ഇന്ത്യയിൽ 6 സിറ്റികളെക്കുറിച്ച് പഠിക്കുന്ന പഠനമാണ്. കാലിക്കറ്റിനെയും അലിഗഡിനെയും താരതമ്യം ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ കേരളം എത്രയോ സുന്ദരമാണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ സൗഹാർദ്ദാന്തരീക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അലിഗഡിനെയും കാലിക്കറ്റിനെയും താരതമ്യം ചെയ്തിട്ട് MS പാണ്ഡ്യൻ എന്നുള്ള ഒരു തമിഴ്നാട്ടിലെ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് തമിഴ്നാടിനെക്കുറിച്ചുള്ള ഒരു പഠനത്തിൽ എന്തുകൊണ്ട് തമിഴ്നാട് പോലുള്ള സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കലാപങ്ങൾ താരതമ്യേന കുറവാണ്, എന്തുകൊണ്ടൊരു കമ്മ്യൂണൽ ഹാർമണി നിലനിൽക്കുന്നു എന്നുള്ളതിന് അദ്ദേഹം പറയുന്നത് സമുദായങ്ങൾക്കിടയിൽ അധികാരം തുല്യമായ രീതിയിൽ പങ്കുവെക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് കേരളമടക്കമുള്ള തമിഴ്നാടടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മതസൗഹാർദ്ദം നിലനിൽക്കുന്നത്, എത്നിക് വയലൻസുകൾ ഉണ്ടാവാത്തത്, റയട്ടുകൾ ഉണ്ടാവാത്തത് എന്നാണ് MS പാണ്ഡ്യൻ പറയുന്നത്. ഈ തുല്യമെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു പരിധിവരെ സമുദായങ്ങൾക്കിടയിൽ അധികാരം പങ്കുവെക്കുന്ന അവസ്ഥയുണ്ടാക്കിയത് കേരളത്തിലെ കോലിയേഷൻ പൊളിറ്റിക്സാണ്. ഈ ഒരു ഐക്യ സർക്കാരുകൾ, ഘടകകക്ഷി സമ്പ്രദായം തന്നെ കൊണ്ടുവരുന്നതും നിലനിർത്തുന്നതും ഇപ്പോഴും പരിപോഷിപ്പിക്കുന്നതും ആദ്യം ബാഫക്കി തങ്ങളായിരുന്നു, പിന്നീട് പൂക്കോയ തങ്ങളായിരുന്നു, പിന്നീട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു, മുസ്ലിം ലീഗിലെ തങ്ങന്മാരായിരുന്നു എന്നുള്ളതാണ്.
1967 സപ്തകക്ഷി മുന്നണി തകരുമ്പോൾ ബാഫക്കി തങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അച്യുതമേനോനെ കൊടുന്നിട്ട് കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്ന പേര് പിന്നീട് 1969 മുതൽ 1977 വരെ നീണ്ട കാലം ഭരിക്കാൻ പറ്റുന്നത്. 1970 കേരള കോൺഗ്രസ് KM ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ഇതിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ ബാഫക്കി തങ്ങളാണ് KM ജോർജിനെ വീണ്ടും വീണ്ടും വിളിക്കുന്നത്. KM ജോർജ് ഒരു കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിരുന്നു, അവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പ്രതിനിധിയാണ് എന്നുള്ളത് കൊണ്ട് കേരള കോൺഗ്രസ് മാത്രമല്ല ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പിന്തുണയാണ് എന്നുള്ളതുകൊണ്ടാണ് ബാഫക്കി തങ്ങൾ വിളിക്കുന്നത്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പല ഘട്ടത്തിലും കേരള കോൺഗ്രസ്സിലെ ജേക്കബ് വിഭാഗം വരുമ്പോൾ, കേരള കോൺഗ്രസ്സിൽ പിളർപ്പ് വരുമ്പോൾ, DIC പോലുള്ള പുതിയ രാഷ്ട്രീയ പാർട്ടികൾ വരുമ്പോഴൊക്കെ മുന്നണി സമ്പ്രദായം നിലനിർത്തണം എന്നുള്ള വാശി മുസ്ലിം ലീഗിനുണ്ടാവുന്നത്, മുസ്ലിം ലീഗിനുണ്ടായതുകൊണ്ടാണ്, മുസ്ലിം ലീഗിനുണ്ടാവുന്നത് ഈ പാണക്കാട്ട് തങ്ങന്മാരെ കൊണ്ടാണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിലെ സയ്യിദന്മാരെ കൊണ്ടാണ്. ഈ മുന്നണി സമ്പ്രദായം ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ സൗഹാർദ്ദ അന്തരീക്ഷം നിലനിന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് പല ഘട്ടത്തിലും മുന്നണിയിൽ NSSുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ്, SNDP പോലുള്ള, ഇപ്പോൾ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് സംവരണവുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് ഉടനെ നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ട് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗ് മന്ത്രിമാർക്ക് കത്ത് കൊടുക്കുന്നുണ്ട്. SNDPയുടെ കോഴിക്കോട്ടെ വലിയ സമ്മേളനത്തിൽ പോയിട്ട് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടന പ്രസംഗം നടത്തുന്നത്. ഇങ്ങനെ മതസമുദായങ്ങൾക്കിടയിൽ, ജാതികൾക്കിടയിൽ സൗഹാർദ്ദാന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിൽ പാണക്കാട് തങ്ങന്മാരുടെ ആത്മീയ നേതൃത്വമായിരുന്നു. പാണക്കാട്ട് തങ്ങന്മാരാണ് അത് സാധ്യമാക്കിയത് എന്നുള്ളതായിരുന്നു. പിന്നീട് ഈ മുന്നണി രാഷ്ട്രീയം നിലനിർത്തുന്നത് പോലെ തന്നെ കേരളത്തിലെ മതസമുദായങ്ങൾക്കിടയിൽ നേരത്തെ ഷറഫുദ്ദീൻ ഉസ്താദ് വളരെ വിശദമായിട്ട് പാണക്കാട് തങ്ങന്മാരുടെ ഈ ഒരു മോറൽ അതോറിറ്റി, ഈ ഒരു സ്പിരിച്വൽ അതോറിറ്റി വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. പണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസർ ചെറിയാൻ എന്ന് പറയുന്ന ആൾ ഒരു മുസ്ലിം വിരുദ്ധമായിട്ടുള്ളൊരു പാഠപുസ്തകത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു, മുസ്ലിം വിരുദ്ധമായിട്ടുള്ളൊരു പരാമർശം നടത്തുമ്പോൾ മുസ്ലിം സമുദായത്തിലെ ആളുകൾ പ്രക്ഷോഭവുമായിട്ട് അല്ലെങ്കിൽ പ്രതിഷേധം അറിയിക്കുന്നു. അപ്പോൾ ചെറിയാൻ പറയുന്നത്, അന്ന് പറഞ്ഞത്, പാണക്കാട് തങ്ങളുടെ മുമ്പിൽ ഞാൻ മാപ്പ് അപേക്ഷിക്കാം, അല്ലെങ്കിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മുമ്പിൽ ഞാൻ മാപ്പ് പറയാമെന്ന്. ഈ ഒരു മോറൽ അതോറിറ്റി, ഈ ഒരു മോറൽ സുപ്പീരിയോറിറ്റിയാണ് കേരളത്തിൽ മതസൗഹാർദ്ദം രൂപപ്പെടുക. അത് ബാഫക്കി തങ്ങളുടെ ഒരു പിന്തുടർച്ചയായിരുന്നു. 1954 കോഴിക്കോട് നടുവട്ടത്ത് ഒരു കലാപം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ തലശ്ശേരിയിൽ കലാപം ഉണ്ടാകുമ്പോൾ ആദ്യമായിട്ട് ഓടിയെത്തുന്നത് അന്ന് ബാഫക്കി തങ്ങളായിരുന്നു എന്നുള്ളത്. CHൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഈ CH പറയുന്നുണ്ട്, സൗഹാർദ്ദത്തിൻ്റെ കേദാര ഭൂമിയായ കേരളത്തിലൊരു കലാപമുണ്ടാകുമ്പോൾ പട്ടാളമായിട്ട് വരുന്നത് മുസ്ലിം ലീഗ് നേതാക്കന്മാരാണ് എന്നുള്ളത്. ഈ ഒരു അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ അങ്ങാടിപ്പുറം തളിക്ഷേത്രം ഗോപുരവാതിൽ കത്തുമ്പോൾ അവിടെ ആദ്യം എത്തുന്നത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആകുന്നത് ബാഫക്കി തങ്ങളുടെ ഒരു തുടർച്ചയായിരുന്നു, മുസ്ലിം ലീഗിൻ്റെ തുടർച്ചയായിരുന്നു. ഈ പാരമ്പര്യം കൊണ്ടാണ് കേരളത്തിൻ്റെ സൗഹാർദ്ദാന്തരീക്ഷം നിലനിൽക്കുന്നത്. റഹീം എച്ചേരി സാഹിബ് പൂക്കോയത്തങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, മലപ്പുറം നഗരസഭയിലെ അവിടുത്തെ ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് എന്തോ സാങ്കേതിക പ്രശ്നങ്ങൾ വരുമ്പോൾ നഗരസഭ ഭരിക്കുന്നത് മുസ്ലിം ലീഗ് നേതൃത്വമാണ്. അപ്പം നഗരസഭയ്ക്കെതിരെ ഒരു പ്രതിഷേധത്തിന് വേണ്ടി ക്രിസ്ത്യൻ സമുദായത്തിലെ ആളുകൾ തയ്യാറാകുമ്പോൾ ഈ വിവരം പാണക്കാട് പൂക്കോയ തങ്ങളുടെ അടുത്തെത്തുന്നുണ്ട്. പൂക്കോയ തങ്ങൾ ക്രിസ്ത്യൻ സഭാ നേതാക്കളെ വിളിച്ചിട്ട് ചർച്ച ചെയ്യുകയും അത് പ്രതിഷേധം വേണ്ട, ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നഗരസഭനെ കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുന്നുണ്ട് പൂക്കോയ തങ്ങൾ. ഇത് പാണക്കാട് പൂക്കോയ തങ്ങളുടെയും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും ജീവിതത്തിൽ നിങ്ങൾക്ക് നിരന്തരമായി ഈ ഒരു അടയാളങ്ങൾ, മതസൗഹാർദ്ദം പലപ്പോഴും നേരത്തെ ഷറഫുദ്ദീൻ ഉസ്താദ് പറഞ്ഞതുപോലെ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടിട്ടുള്ള 1995 ഇലക്ഷനിൽ മുസ്ലിം ലീഗിന് വലിയ നഷ്ടം സംഭവിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും മുസ്ലിം സമുദായത്തിൻ്റെ അന്നത്തെ വൈകാരികമായ താല്പര്യങ്ങളെ മറികടന്നിട്ട് യുക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഈ ഒരു ആത്മീയ പ്രഭാവം കേരള രാഷ്ട്രീയത്തിൽ പാണക്കാട്
തങ്ങന്മാരെ വ്യതിരക്തമായി നിർത്തുന്നത് ഇതായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അവസാനമായിട്ട് മുസ്ലിം ഉമ്മത്തിനെ ബാഫക്കി തങ്ങൾ മുതൽ ഇതൊരു ഉമ്മത്താണ്. നമുക്കിടയിൽ പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, ശാഖാപരമായിട്ടുള്ള മതപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. അതിനൊക്കെ പുറത്ത് ഒരു ഉമ്മത്ത് എന്നുള്ള വികാരത്തിൽ മുസ്ലിം സമുദായത്തെ പടുത്തുയർത്തിയതിൽ ആയിരുന്നു മഹാനായ ബാഫക്കി തങ്ങളും അതിനുശേഷം മഹാനായ പാണക്കാട് തങ്ങന്മാരും ചെയ്തിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മഹാനായ പൂക്കോയ തങ്ങളുടെ കൂടെ പൂക്കോയ തങ്ങളുടെ അടുത്ത സുഹൃത്തായിരുന്നു മുജാഹിദ് നേതാവായിരുന്ന NV അബ്ദുസലാം മൗലവി എന്നത്. 48 ഹൈദരാബാദ് ആക്ഷൻ്റെ സമയത്ത് അവരൊരുമിച്ച് ജയിലിൽ കഴിഞ്ഞവരായിരുന്നു. മലപ്പുറത്തൊരു ഈദ്ഗാഹിന് വേണ്ടി ഈദ്ഗാഹ് സംഘടിപ്പിക്കുമ്പോൾ പൂക്കോയ തങ്ങളാണ് ഇമാമ നിൽക്കുന്നത്, പ്രഭാഷണത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു മുജാഹിദ് നേതാവിനെയായിരുന്നു. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ശരീഅത്ത് വിവാദകാലത്തും തുടർന്നും പൊതുപ്രശ്നങ്ങളിലൊക്കെ സംഘടനാ ഭേദമന്യേ എല്ലാ മുസ്ലിം സംഘടനകളെയും മാസപ്പിറവി വിവാദങ്ങളിലടക്കം കേരളത്തിൽ പല രീതിയിൽ മാസം കാണുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളുണ്ടാകുമ്പോൾ അതൊക്കെ അവസാനിപ്പിച്ചിട്ട് ഒരു ഐക്യരൂപത്തിലുള്ള സമുദായത്തെ സാധ്യമാക്കിയതുകൂടി ആയിരുന്നു പാണക്കാട് തങ്ങന്മാരുടെ മഹത്വം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ അതുല്യമായ പ്രതിഭകളായിരുന്നു, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് മുന്നിൽ വ്യതിരക്തമായി അടയാളപ്പെടുത്തിയ മഹാന്മാരായ നേതാക്കന്മാരായിരുന്നു മഹാനായ ബാഫക്കി തങ്ങളും അതിനുശേഷം പൂക്കോയ തങ്ങളും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഹൈദർ അലി ശിഹാബ് തങ്ങളും ഇന്ന് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും ചെയ്യുന്നത് അതേ ദൗത്യമാണ്. അള്ളാഹു അവരുടെയൊക്കെ കൂടെ ഈ ഒരു പ്രസ്ഥാനത്തെ, ഈ ഒരു സാമുദായിക രാഷ്ട്രീയത്തെ, ഈ ഒരു ഭാവനയെ ദൈക്ഷണികമായി സപ്പോർട്ട് ചെയ്യാനും പ്രായോഗികമായി അതിനെ പിന്തുണക്കാനും ഉള്ള തൗഫീക്ക് നമുക്കൊക്കെ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാവുന്ന. മാറി വരുന്ന വന്നുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കൃത്യമായ മതത്തിന് അല്ലെങ്കിൽ മത ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും നിലപാടുകൾ എടുക്കാൻ തങ്ങന്മാർക്ക് സാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മാറി ചിന്തിക്കേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടോ? മുസ്ലിം ലീഗ് ഒന്നാമതായിട്ട് അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ഇപ്പോൾ ഏകദേശം 70 വർഷത്തോളം മതപരമായ വിഷയങ്ങളിൽ വിധി പറയുക, നിലപാട് പറയുക, നവോത്ഥാനം പോലും ലീഗിൻ്റെ സാമൂഹിക നവോത്ഥാനം പോലും ലീഗിൻ്റെ അജണ്ടയിലുള്ള കാര്യമല്ല, രാഷ്ട്രീയമായിട്ടുള്ള സംഘടനയാണ്. അപ്പോൾ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഇതുവരെ വന്നിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇങ്ങനെ മീൻസ് മതപരമായ കാര്യങ്ങളിലുള്ള ഒരു സംഘർഷം. ശരീഅത്ത് വിവാദ കാലത്ത് പണ്ഡിതന്മാർ പറയുന്നതിനനുസരിച്ചായിരുന്നു ശിഹാബ് തങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. എല്ലാ കാലത്തും മതപരമായ കാര്യങ്ങളിൽ, മതപരമായ വിഷയങ്ങളിൽ പണ്ഡിതന്മാർ തന്നെയായിരുന്നു അഭിപ്രായം പറഞ്ഞിരുന്നത്. മറിച്ച് രാഷ്ട്രീയമായ വിഷയങ്ങളിൽ രാഷ്ട്രീയമായിട്ട് മുസ്ലിം ലീഗ് നേതാക്കന്മാരായിരുന്നു മറുപടി പറഞ്ഞിരുന്നത്. പണ്ട് 1967 തന്നെയാണെന്ന് തോന്നുന്നു ബാഫക്കി തങ്ങൾ ഇടതുപക്ഷവുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെട്ടപ്പോൾ കിയൻ ഉസ്താദ് ഉണ്ടല്ലോ നാദാപുരത്തുള്ള, അപ്പോൾ അവരുടെ അടുത്തേക്ക് കുറച്ചാളുകൾ പോയിട്ട് അതിനെതിരെ ഫത്വ ചോദിച്ചു. അപ്പോൾ ഉസ്താദ് പറഞ്ഞത് രാഷ്ട്രീയത്തിലെ പണ്ഡിതൻ ബാഫക്കി തങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയത്തിലെ പാണ്ഡിത്യത്തിൽ ഇവർക്കാർക്കും ഇതുവരെ തെറ്റുപറ്റിയിട്ടില്ല എന്നാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാവും. കേരളീയ സമൂഹത്തിന് എല്ലാവർക്കും ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരാളായിട്ടാണ് പാണക്കാട് കുടുംബത്തെ മൊത്തം കാണുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ നമ്മൾ പാണക്കാട് തങ്ങന്മാർ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മതം തെരയണ ഒരു പരിപാടി ഉണ്ടല്ലോ, അതായത് മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ അപ്പോഴേക്ക് അവർ വിമർശനം നേരിടുകയാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പൈതൃകമൊക്കെ സൂക്ഷിച്ച് കൊണ്ടുപോകൽ ഇപ്പോൾ ഈ കേരളീയ ഇതിൽ പ്രയാസമല്ല. അതായത് ഒരു പ്രത്യേക സംഘടനകൾക്ക് മാത്രം റിസർവ്ഡായിട്ട് പാണക്കാട് തങ്ങന്മാരെ കാണാൻ തുടങ്ങിയ ഒരു കാലത്ത് എങ്ങനെയാണ് ബാക്കിയുള്ള ഇത്രയും വലിയ പാരമ്പര്യം കൊണ്ടുപോകുക? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ ഈ വിമർശനം, പാണക്കാട് തങ്ങന്മാരോടുള്ള അധിക്ഷേപം എന്നുള്ളത് പുതിയൊരു സംഗതിയല്ല. കാലങ്ങളായിട്ട് സമുദായത്തിനകത്ത് പാണക്കാട് തങ്ങന്മാർക്കെതിരെയും 1962 കക്കാട് സമ്മേളനത്തിൽ മഹാനായ ബാഫക്കി തങ്ങൾക്കെതിരെ പോസ്റ്ററുകൾ, സമസ്തയുടെ സമ്മേളനത്തിൽ മഹാനായ ബാഫക്കി തങ്ങൾക്കെതിരെ പോസ്റ്ററുകൾ പതിക്കുന്നുണ്ട്.
ബാഫക്കി തങ്ങൾ ആ സമസ്തയുടെ സമ്മേളനത്തിൽ അതിനെതിരെ അല്ലെങ്കിൽ അദ്ദേഹം ദുആ ചെയ്യുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചിട്ടല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന്. ബാഫക്കി തങ്ങൾക്കെതിരെ സമസ്തയുടെ സമ്മേളനത്തിൽ പോസ്റ്ററുകൾ പതിക്കുന്നുണ്ട്. 1970 പൂക്കോയ തങ്ങളുടെ ഒരു റേഡിയോ പോലും കേൾക്കാത്ത തങ്ങൾ എന്നായിരുന്നു പൂക്കോയ തങ്ങൾ അധിക്ഷേപിച്ചിരുന്നത്. പത്രം വായിക്കാത്ത, രാഷ്ട്രീയമറിയാത്ത, വെറും മുറുക്കും മന്ത്രവുമായി നടക്കുന്ന, റേഡിയോ കേൾക്കാത്ത തങ്ങൾ എന്നായിരുന്നു. വലിയ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കെതിരെയും നിരന്തരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ, ആക്ഷേപങ്ങൾ കാലങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പല കാലഘട്ടങ്ങളിലും പാണക്കാട് തങ്ങന്മാരുടെ നേതൃത്വം അംഗീകരിക്കാത്ത ആളുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുസ്ലിം സമുദായം പാണക്കാട് തങ്ങന്മാരുടെ കൂടെയായിരുന്നു എല്ലാ കാലത്തും നിലനിന്നിരുന്നത്. മുസ്ലിം സമുദായം പൂക്കോയ തങ്ങളുടെ കാലത്താണ് അഖിലേന്ത്യാ ലീഗ് ഉണ്ടാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമുദായത്തിലെ ഏറ്റവും അന്ന് ലീഗിലെ ഏറ്റവും വലിയ പ്രഭാഷകരും എഴുത്തുകാരും ബുദ്ധിജീവികളൊക്കെ അപ്പുറത്തായിട്ടും സമുദായം നിന്നത് പൂക്കോയ തങ്ങളുടെയും CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ അടുത്തായിരുന്നു. 89 സമസ്തക്കകത്ത് പിളർപ്പുണ്ടായിട്ട് 91 ഇലക്ഷനിലാണ് 2016 ഇലക്ഷനിലേക്ക് മാറ്റി നിർത്തിയാൽ 19 സീറ്റ് മുസ്ലിം ലീഗിന് കിട്ടുന്നത് 91 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കായിരുന്നു. അന്ന് വരെ ഉണ്ടായിരുന്നതിലുള്ള ഏറ്റവും വലിയ വിജയമായിരുന്നു. അപ്പം സമുദായത്തിന് ഒരു കാലത്തും സംശയം ഉണ്ടായിട്ടില്ല. ഇതിൽ ഇനിയും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സമുദായത്തിന് എവിടെയാണ് നിൽക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ തികഞ്ഞ ബോധ്യമുണ്ട്. കാരണം അവർ ഉണ്ടാക്കിയ അവരുടെ വിയർപ്പിൻ്റെ ഒരു ഗുണഫലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഷർഫുദ്ദീൻ ഉസ്താദൊക്കെ പറഞ്ഞ പോലെ ദിവസവും വെറും 2 മണിക്കൂർ മാത്രം ഉറങ്ങുന്ന പൂക്കോയ തങ്ങൾ നിരന്തരമായ യാത്രകൾ ചെയ്തിട്ട് നിരന്തരമായി ഈ സമുദായത്തെക്കുറിച്ച് ആലോചിച്ചിരുന്ന ഒരു നേതാക്കന്മാർ, തങ്ങന്മാർ. മഹാനായ ബാഫക്കി തങ്ങളൊക്കെ എല്ലാ പ്രാവശ്യവും ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ, ഒരു വട്ടം ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മളൊക്കെ പൊതുവെ പറയാറുണ്ട്, ഒരുപാട് കിതാബൊക്കെ ആയിട്ടാണ് ബാഫക്കി തങ്ങൾ നേരെ ശംസുലമൻ്റെ അടുത്ത് വന്നിട്ട് നമുക്ക് ജാമിയ നൂരിയയിൽ അഫ്ദുലുലമ തുടങ്ങണം എന്ന് പറയുന്നത്. തങ്ങൾ വേണ്ട എന്ന് പറയുന്നു. പക്ഷേ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ സമ്മാനങ്ങളും സാധനങ്ങളായിട്ട് കുടുംബത്തേക്കല്ല പോണ്. മറ്റൊരവസരത്തിൽ ബാഫക്കി തങ്ങൾ മൈക്ക് സെറ്റും ബോക്സും ഒക്കെ ആയിട്ടാണ് ഹജ്ജ് കഴിഞ്ഞിട്ട് ബാഫക്കി തങ്ങൾ വരുന്നത്. അതിനുശേഷമാണ് എന്ത് സമസ്തക്കകത്ത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടും മൈക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഞാൻ പറയുന്നത് ഇവരൊക്കെ നിരന്തരമായി ഈ സമുദായത്തെക്കുറിച്ച്, സമുദായത്തിൻ്റെ ഉന്നമനത്തെക്കുറിച്ച് അവരുടെ ജീവിതത്തേക്കാൾ കൂടുതൽ ആലോചിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെയാണ് സമുദായം അവരുടെ കൂടെ നിന്നത്.